ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പട്ടുപാവാടയ്ക്കൊപ്പം അതുപോലെ തന്നെ അംബ്രല്ല സ്കർട്ടിനൊക്കെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മീറ്റർ അക്കോബയുടെ മെറ്റീരിയലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് 2 പീസ് അക്കോബയുടെ തന്നെ വേറൊരു കളറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/2 മീറ്റർ ലൈനിങ്ങുമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒരു 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ലൈനിങ് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 8.5 ഇഞ്ചിൽ ഞാൻ അവിടെ ഒന്ന് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15.5 ഇഞ്ചാണ്. ആ 15.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 17 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്കതിൻ്റെ മുകളിലൊരു 3 ഇഞ്ചിൻ്റെ സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ലീവും കൂടെ മൈനസ് ചെയ്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുകയാണ് ആ 17 ഇഞ്ചിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഒരു 3 ഇഞ്ച് സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ അതായത് 17 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചാണ് നമ്മുടെ ഈ യോക്ക് പോർഷൻ്റെ ലെങ്ത്തായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 14 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അത്രയും തുണി മതി. നമുക്ക് മുകളിലത്തെ ആ സ്ലീവും കൂടെ വരുമ്പോൾ കറക്റ്റ് ലെങ്ത് ആയിക്കോളും. പിന്നെ താഴ്ഭാഗവും ഒക്കെ മടക്കി അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ 15.5 ഇഞ്ച് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 2 ഇഞ്ച് നമുക്കവിടെ കൊടുക്കാം. 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പീസ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ 5.5 ഇഞ്ചാണ് വരുന്നത്. 5.5 ഇഞ്ചിൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമുക്കൊരു 2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്തേച്ചാൽ മതി. കാരണം നമുക്ക് മുകളിലൊരു 3 ഇഞ്ച് സ്ലീവിനായിട്ട് പോകും. അപ്പോൾ ഒരു 2 ഇഞ്ച് മാത്രം നമുക്കിവിടെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്താൽ മതി. മൊത്തം നമുക്ക് ആം ഹോൾ വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പം മുകളിലത്തെ സ്ലീവിനായിട്ട് 3 ഇഞ്ച് പോകുന്നത് കൊണ്ട് 2 ഇഞ്ച് മാത്രം ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്തേച്ചാൽ മതി. ഞാനിപ്പോൾ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിലേക്ക് ആ ടേപ്പ് നമുക്ക് ആ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് 5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ നമുക്ക് വരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 5 ഇഞ്ച് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പീസിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇഞ്ച് സ്ലീവും കൂടെ വരുമ്പോൾ മൊത്തം 8 ഇഞ്ചാവും. അപ്പോൾ അത് ഒരുപാട് ആം ഹോളായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് 2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് ഒരു 8 ഇഞ്ച് താഴെ വരുമ്പോഴാണ് ആ ഒരു ബോഡി ഷേപ്പ് വരുന്ന ഭാഗം വരുന്നത്. അവിടെ നമുക്കൊരു 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ഇഞ്ച് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. അത്രയും ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് സ്ലിറ്റിനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ സ്ലിറ്റൊക്കെ ചെയ്യില്ലേ ചുരിദാറിനൊക്കെ, അതുപോലെ തന്നെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തത് കൊണ്ടുചെന്ന് മുട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചത്. അതിൽ രണ്ടാമത് വരച്ചേക്കണ ആ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ രണ്ടാമത് വരച്ച ലൈനിൽ കൂടെ ഷേപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പീസ് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. മെയിൻ പീസ് ഇതുപോലെ 2ആയിട്ട്
മടക്കി വയ്ക്കുക. 2 പീസാണ്. 2 പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക നീളത്തിൽ. മൊത്തം നമുക്ക് 4 പീസ് വരുന്നുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസ് ടോപ്പ് തയ്ക്കുന്നതിന് ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് തയ്ക്കേണ്ടി വരും. അപ്പോൾ അതിലും എളുപ്പം ഈ ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് വെക്കണം. സ്ലീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഷോൾഡറിൻ്റെ മുകളിലൊരു ചെറിയ പഫ് പോലെ വരുന്നുണ്ടല്ലോ, അതാണ് സ്ലീവ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു പീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 7 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 7 ഇഞ്ച് വിട്ടുമുള്ള ഒരു പീസാണ്. അതായത് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസ്, 4 സൈഡും 7 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അത് നമ്മൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് സ്ലീവ് വരുന്നത്. 2 സ്ലീവ് നമുക്കിതുപോലെ വരും. അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ സൈഡിലൊരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ആ ലൈനിങ് പീസിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുകയാണ്. നമുക്ക് 2 സൈഡിലും വെച്ച് കൊടുക്കണം. ഈ ഒരു പീസ് നമുക്ക് 2ആയിട്ട് മുറിച്ചതിന് ശേഷം 2 സൈഡിലും നമുക്കൊരു പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കണം. കുറച്ച് വീതിയിൽ പൈപ്പിംഗ് നമ്മൾ വയ്ക്കുമല്ലോ, അതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. നമ്മൾ പീസ് പിടിപ്പിക്കുന്നത് ചീത്ത വശത്താണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചീത്ത വശത്താണ്. അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് പൈപ്പിംഗ് ഒക്കെ വെക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. പല രീതിയിൽ നമുക്ക് പൈപ്പിംഗ് വയ്ക്കാം കേട്ടോ. നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിടാം, നേരെ മറിച്ചും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് പതിച്ചടിക്കുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ മടക്കി പതിച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വീതിയിലൊരു പൈപ്പിംഗ് പോലെ നമുക്കവിടെ കിട്ടും. ഒരു മാച്ചിങ് ആയിട്ടിരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇനി നമ്മൾ ആ ഒരു പൈപ്പിംഗ് വെക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കണം. ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുക. കാരണം അത് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ അധികം വീതി പാടില്ല. നമ്മുടെ ഷോൾഡറിൽ ഒതുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്ലീവാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും സംഭവം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് പോലെ ചെറുതായിട്ട് ഇറങ്ങി കിടക്കും ഒരു സൈഡിൽ. ഇനി ഞാൻ നല്ല പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡറിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വയ്ക്കുക. അപ്പോൾ 2 സൈഡിലേക്കും കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. അതിന് ശേഷം നമ്മുടെ ലൈനിങ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, ലൈനിങ്ങിൻ്റെ നല്ല വശം. എന്നിട്ട് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക ആദ്യം. അതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സൂചി കുത്തി നിർത്തിയിട്ട് നമ്മുടെ നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലൈനിങ് വെച്ച് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു 1/4 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് ഇടണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സ്ലീവിൽ കൂടെ കയറി സ്റ്റിച്ച് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ വിട്ടിട്ട് വേണം ആ ഒരു സ്ലീവ് അവിടെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നാലാണ് അത് നല്ല രീതിയിൽ തിരിഞ്ഞു വരത്തുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത പാർട്ട് വെക്കണമല്ലോ, താഴ്ഭാഗം. അതായത് ബാക്ക് സൈഡും കൂടെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇത്ര നേരം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശം മുകളിലേക്ക് വരാൻ പാകത്തിനുള്ള രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ഈ സ്ലീവ് നമ്മൾ ആദ്യം മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് വയ്ക്കുക. അപ്പോൾ സെൻറ്ററിൽ വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും കുറച്ച് തയ്യൽ തുമ്പ് ഇടണം. അപ്പോൾ നമ്മളെ ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് ഈ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിരിക്കുകയാണ്. സെൻറ്ററിലായിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും കുറച്ച് തയ്യൽ തുമ്പും ഇട്ടേക്കണം. തയ്യൽ തുമ്പ് വരാത്തക്ക രീതിയിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ തയ്യൽ തുമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സ്ലീവ് കുറച്ചൊന്ന് ചുരുക്കി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ തയ്യൽ തുമ്പ് ആയിക്കോളും. ആദ്യം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് ഇടണത് കൊണ്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരുക്കി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. അവിടെ കൊള്ളണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ലൈനിങ്ങിലേക്ക് അത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് കമഴ്ത്തി വയ്ക്കുക. അതായത് നല്ല വശം അടിയിൽ വരത്തക്ക രീതിയിൽ വയ്ക്കുക. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം അടിയിലേക്ക് വരത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആം ഹോളും ഷോൾഡറും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാതെ കറക്റ്റായിട്ട് സ്ലീവും എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോക്കും കൊണ്ട് വരയ്ക്കുന്ന ആ ഒരു ഭാഗം വരെ കുത്തി നിർത്തിയതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും സ്ട്രെയിറ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴേക്ക് നമ്മുടെ ആം ഹോളും സ്റ്റിച്ച് ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാവും. ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ സ്ലീവ് വെക്കുന്ന ആ ഒരു പൊസിഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നേരെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇതിൻ്റെയും ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ബോഡി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വിടർന്ന് വരും കേട്ടോ. അപ്പോൾ കുറച്ച് കയ്യിലേക്കും ഷോൾഡറിലേക്ക് ഇറങ്ങി കിടക്കുന്ന രീതിയിലുള്ളൊരു സ്ലീവാണ്. ഇനി നമുക്ക് ബോഡി പാർട്ടൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ മൊത്തം എന്ന് പറയുമ്പോൾ 14 ഇഞ്ച് വരും. ആ 14 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ആ ഷേപ്പ് ചെയ്ത വരയിൽ കൂടെ തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഒരുപാട് തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. ഒരുപാട് തയ്യൽ തുമ്പ് ഇട്ട് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം ചുളുങ്ങി കൂടി കിടക്കും, അതിനൊരു ഷേപ്പില്ലാത്ത പോലെ കിടക്കും. 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ കൂടുതൽ ഒട്ടും ആവശ്യമില്ല, അത് മതി. എന്നിട്ട് നമുക്ക് ആ ഒരു ഇപ്പോൾ വരച്ച ലൈനില്ലേ, ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ ആ സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയൊരു സ്ലിറ്റാണ്, നമ്മുടെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു രീതിയിലുള്ളൊരു സ്ലിറ്റാണ്. പട്ടുപാവാടയ്ക്കൊക്കെ ഇതുപോലത്തെ ബ്ലൗസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ ആ സ്ലീവ് വെച്ചിരിക്കുന്നത് കണ്ടോ, ആ സ്ലീവ് വെച്ചിരിക്കുന്ന ആ കളറിലുള്ള സ്കേർട്ടാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കസവിൻ്റെ സ്കേർട്ടിൻ്റെ അടിയിൽ ഇതുപോലത്തെ സ്ലീവിൻ്റെ പോലത്തെ തുണി ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഫ്രില്ല് വെച്ചാലും നന്നായിരിക്കും. ഇനി താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.